Good morning. In നമുക്ക് ഡബിൾ ഇൻറ്റഗ്രൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. തോമസ് കാൽക്കുലസിലെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് above by the elliptical paraboloid z equal to 10 plus x square plus 3y square and below by the rectangle r 0 less than or equal to x less than or equal to 1. ഇവിടെ ബൈ ഫിബിനീസ് തിയറം, ഫിബിനീസ് രണ്ട് തിയറം നമ്മൾ പഠിക്കേണ്ട, സ്ട്രോങ് ആൻഡ് വീക്ക് തിയറം. ഫസ്റ്റ് ഫിബിനീസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ അറിയാം. വോളിയം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സെഡ് ആണ്. ദാറ്റ് ഇസ് 10 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആർ തന്നിരിക്കുന്ന റീജിയൻ തന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന റീജിയൻ തന്നിട്ടുണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഈ ക്വസ്റ്റ്യനിലുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ചാല് രണ്ട് ലിമിറ്റ്സും എക്സ് ഇൻറ്റും വൈ ഇൻറ്റും ലിമിറ്റ്സ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരണമെന്നില്ല. ഡയറക്റ്റ് തരാതെ നമുക്ക് കേർവ്സ് മാത്രം വരുന്ന കേസസും ഉണ്ട്. അത് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയറക്റ്റ് എക്സ് ഇൻറ്റും വൈ ഇൻറ്റും ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ വോളിയം ഇക്വേഷൻ ഉണ്ട്. V is equal to integral over R. So നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യാം. V is equal to integral first limit x equal to 0 to 1 and y equal to 0 to 2. F of xy is 10 plus x square plus 3y square dx dy. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡബിൾ ഇന്റഗ്രേഷനിൽ അകത്തുള്ള ഇന്റഗ്രൽസ് അല്ലെങ്കിൽ അകത്തുള്ള ഇന്റഗ്രൽസ് ഏതാണെന്ന് നോക്കുക. അപ്പൊ നമ്മളിവിടെ വൈന്റെ ലിമിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. സോ അകത്തുള്ള ഇന്റഗ്രൽസ് അല്ലെങ്കിൽ ലിമിറ്റ് വൈ ആണെങ്കിൽ നമ്മൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ചെയ്യണം. അല്ല, ഇവിടെ നമ്മൾ എക്സ് തിരിച്ചും ചെയ്യാം. നമുക്ക് എക്സും ഇവിടെ വേണമെങ്കിൽ ഇവിടെ y ഈക്വൽ ടു 0യും ഇവിടെ x ഈക്വൽ ടു 0യും കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ x ഈക്വൽ ടു 0യും ഇവിടെ y ഈക്വൽ ടു 0യും കൊടുക്കുന്നതെങ്കിൽ ഇവിടെ dx ആയിരിക്കും. അഥവാ ഉള്ളിലുള്ള അകത്തുള്ള ഇന്റഗ്രൽസ് ഏതിന്റെ ലിമിറ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു അതായിരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മൾ ഓർഡറിൽ ചെയ്യാം. ഫസ്റ്റ് x ഈക്വൽ ടു 0 ടു 1, y ഈക്വൽ ടു 0 ടു 2. അപ്പൊ ഇവിടെ എന്ത് വരണം? dy dx. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിന് ചേഞ്ച് ഒന്നുമില്ല. എക്സ് ഈക്വൽ ടു 0 ടു 1 തന്നെ ഉണ്ട്. ഇനി നോക്കാം, നമുക്ക് ബാക്കി നോക്കാം. 10 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3y സ്ക്വയർ. ഇത് ഇതിൽ ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ഡി വൈ. വിത്ത് റെസ്പെക്ട് ടു ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏതൊക്കെ കോൺസ്റ്റന്റ് ആണ് ഇവിടെ? 10 is a constant, x square is a constant. ഏതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ഇന്റഗ്രൽസ് y സ്ക്വയർ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. സോ 10ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 10y ആണ്. എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y ആയതുകൊണ്ട് x സ്ക്വയർ y ആണ്. ആൻഡ് y സ്ക്വയറിന്റെ ഇന്റഗ്രൽ 3y ക്യൂബ് ബൈ 3. ആൻഡ് ലിമിറ്റ് is from 0 to 2. ഇനി ബാലൻസ് dx ഉണ്ട്. dxനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 3 and 3 ക്യാൻസൽ ആയി പോവും. പിന്നെ ഓക്കെ, അപ്പൊ വിത്ത് റെസ്പെക്ട് നമ്മൾ അപ്ലൈ ചെയ്യാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 ടു 1. ലിമിറ്റ് ആദ്യം വൈയിലാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ആണ് ഇന്റഗ്രേറ്റ് ചെയ്തത്. സോ 2 ആണ് അപ്പർ ലിമിറ്റ്. 10 into 2 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് y ക്യൂബ് ആണ്. 3 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ y ക്യൂബ്. സോ 2 ക്യൂബ്. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്തു. മൈനസ് ലിമിറ്റ്, പിന്നെ ലോവർ ലിമിറ്റ് വരുന്നത് 0 ആണ്. സോ അത് നമ്മൾ എല്ലാത്തിനും കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക. സോ 0 dx that is equal to integral x equal to 0 to 1 20 plus 2x square plus 8. 20 plus 2x square plus 8. 20 plus 8 28 ആണ്. സോ നമ്മൾ ഇവിടെ 28 plus 2x square dx.
പ്ലസ് 2x സ്ക്വയർ dx. ഇനി ഇത് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് അടുത്ത നമ്മൾ ചെയ്യേണ്ടത്. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ 28നെ വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 28x വരും. പിന്നെ എക്സ് സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ x³ 3 ആൻഡ് ലിമിറ്റ് ഫ്രം 0 to 1. Limit from 0 to 1. That is equal to 28 into 1 plus 2/3 into 1 cube and minus 0. 0 and 0. So it is equal to 28 plus 2/3. 28 plus 2/3. So answer will be, answer and 28 plus 2/3 എന്ന് പറയുന്നത് 86/3. 28 into 3 plus 2. So answer എന്താണ് 86/3. 86/3. അപ്പൊ നമ്മൾ തുടങ്ങിയത് വോളിയം ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആയിരുന്നു. ഇക്വേഷനിൽ ഡയറക്റ്റ് സെഡ് തന്നിട്ടുണ്ട്, റീജിയൻസിന്റെ ലിമിറ്റും തന്നിട്ടുണ്ട്. സോ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് എക്സിനും വൈക്കും ലിമിറ്റ് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഡി വൈ വിത്ത് റെസ്പെക്ട്, ഇവിടെ ഏതിന്റെയാണോ ലിമിറ്റ് എഴുതുന്നത് അതേ ലിമിറ്റ്, ആ ലിമിറ്റിന്റെ വിത്ത് റെസ്പെക്ട് ആയിരിക്കണം നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാല് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കണം, എന്നിട്ടാണ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുന്ന, എന്നിട്ട് അതിന്റെ ആൻസർ കിട്ടിയതിന് അതിനെയാണ് നമ്മൾ അടുത്ത വിത്ത് റെസ്പെക്ട് ടു ഡി എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആൻഡ് ആൻസർ ഇസ് 86/3. സോ വോളിയം ഇസ് ഈക്വൽ ടു 86/3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ xy dx dy where the region of integration is, രണ്ട് റീജിയൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ് x plus y less than or equal to 1 and x greater than or equal to 0, y greater than or equal to 0. Second one x square plus y square equal to a square and x greater than or equal to 0, y greater than or equal to 0. ഇങ്ങനെ തരുന്നതിന് പകരം ക്വസ്റ്റ്യനിൽ വേറൊരു രീതിയിലും കൂടെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് മാത്രം തരും. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാഡ്രന്റ് ആണ്. പോസിറ്റീവ് ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ അപ്പൊ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ രണ്ട് രീതിയിൽ കാണാം. ഒന്നല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് മാത്രം തരും, അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാഡ്രന്റ് എന്ന് മാത്രം തരും, അല്ലെങ്കിൽ ഇതേപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ ഒന്ന് നോക്കാം. ഫസ്റ്റ് വണ് കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. സോ തന്നിരിക്കുന്ന റീജിയൻസ് ഏതൊക്കെയാ? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പൊ നമ്മള് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ ഒന്ന് വരച്ചു നോക്കാം. സോ എക്സ് ആക്സസ്, വൈ ആക്സസ്, എക്സ് ആക്സസ് ഉണ്ട്, വൈ ആക്സസ് ഉണ്ട്. x greater than 0, y greater than 0. സോ നമുക്ക് വേണ്ട ക്വാഡ്രന്റ് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. ദിസ് ഇസ് ഒറിജിൻ O 0 0 വരുന്നത്. നമുക്ക് x plus y ഈക്വൽ ടു 1ന്റെ പോയിന്റ്സ് നോക്കാം. സോ x 0 ആകുമ്പോൾ y 1 ആണ്. അഗൈൻ x 1 ആകുമ്പോൾ y 0 ആണ്. രണ്ട് പോയിന്റ്സ് മതി, നമുക്ക് ധാരാളമാണ്. സോ 1 1, ഇത് 1 0, ഇത് 0 1. സോ ഫിഗർ എങ്ങനെ ഉണ്ടാവും? ഫിഗർ ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് നമുക്ക് വേണ്ട ഫിഗർ. എക്സ് ഗ്രേറ്റർ ദാൻ 0, വൈ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയൻ ഏതാ? ഇതാണ് കണ്ടുപിടിക്കേണ്ട റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ലിമിറ്റ്സ് എടുക്കണം. എക്സ് ഇൻറ്റു വൈൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. എക്സ് ഇൻറ്റു വൈൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ എക്സ് ആക്സിസ്. ഇതാണ് ഈ എക്സിന്റെ വാല്യൂ. ഇതാണ് എക്സിന്റെ വാല്യൂ. ഇങ്ങനെയാണ് പോകുന്നത്. സോ എക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് ഇറ്റ് ഈസ് അപ് ടു 1. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ഇനി വൈ ആക്സിസിലേക്ക് നോക്കാം. വൈ ആക്സിസ് എങ്ങോട്ടാ പോകുന്നത്? ഇതാണ് നമ്മളെ വൈ ആക്സിസിന്റെ മൂവിങ് റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു റീജിയൻ ആണ്. സോ ഏതാ? ഇതാണ്
വൈ ആക്സിസിന്റെ മൂവിങ് റീജിയൻ. ഇതേതാ ഈ ആക്സിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. സ്റ്റാർട്ടിങ് ഏത് തന്നെയാണ് വരുന്നത്? വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0 തന്നെയാണ്. വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം 0 ആണ് ആൻഡ് അപ്വാർഡിലേക്കാണ് പോകുന്നത് എക്സ്. സോ ഈ ഇതെന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ്. വൈ ഈക്വൽ ടു എന്ത് വരും? 1 മൈനസ് എക്സ് വരും. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പൊ ഒരു കാര്യം ഓർക്കാനുള്ളത്, ഡബിൾ ഇന്റഗ്രൽസിൽ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടില്ലെങ്കിൽ, ഇങ്ങനെ റീജിയൻസാ തന്നതെങ്കിൽ എപ്പോഴും ഒരു ലിമിറ്റ് വാല്യൂസ് ആയിരിക്കും, അടുത്ത ലിമിറ്റ് വേരിയബിൾസ് ആയിരിക്കും. ഒരു ലിമിറ്റ് വാല്യൂസ് ആയിരിക്കും അല്ലെങ്കിൽ അടുത്ത ലിമിറ്റ് വേരിയബിൾസ് ആയിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമ്മൾ എക്സ് വാല്യൂസ് എടുത്തെങ്കിൽ വൈ വേരിയബിൾസ് ആയിരിക്കും. തിരിച്ചു നമുക്ക് വൈ വാല്യൂസ് ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനെ വേരിയബിൾസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. ഡബിൾ ഇന്റഗ്രൽസിൽ ഒരെണ്ണം വാല്യൂസ് ആണെങ്കിൽ ഒരെണ്ണം വേരിയബിൾസ് ആയിരിക്കും. ഇനി ഇതേപോലെ നമ്മൾ വൈനെ തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്ത് വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. എക്സിൽ എന്ത് വരും? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് വൈ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. നമ്മളിപ്പോ ഇവിടെ ചൂസ് ചെയ്യുന്നത് ഇതാണ്. എക്സ് 0 to 1 ഉം വൈ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് എക്സ്. അപ്പൊ ഇപ്പം ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കേണ്ട, നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1 ആൻഡ് ഇന്റഗ്രൽ വൈന്റെ ലിമിറ്റ് എന്തായിരുന്നു? y ഈക്വൽ ടു 0 to 1 മൈനസ് എക്സ്. 1 മൈനസ് എക്സ്. എക്സ് വൈ dx ആണ് ഇവിടെ എഴുതേണ്ടത്, dy ആണ് എഴുതേണ്ടത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളിലുള്ള ഇന്റഗ്രൽസിന്റെ ലിമിറ്റ് വിത്ത് റെസ്പെക്ട് ടു ഏതാന്ന് നോക്കാം. ഇവിടെ y ആണുള്ളത്. സോ നമ്മള് dy dx എഴുതണം. dy dx ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x ഈക്വൽ ടു 0 to 1 xy. xy എന്ന് പറയുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു y ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് ടു y. y ന്റെ ഇന്റഗ്രൽ y സ്ക്വയർ ബൈ 2 ആണ് ആൻഡ് അപ് ടു 0 to 1 minus x and dx. 0 to 1 minus x dx equal to integral x equal to 0 to 1 x into 1 minus x. 1 minus x whole square by 2. y ക്കാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്? ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്താ? ലോവർ ലിമിറ്റ് 0 ആണ്. y ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ 0 ആണ് വരിക. dx which is equal to എന്താ വരിക? equal to x equal to 0 to 1 x into 1 by 2 നെ നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക. x into 1 minus x whole square dx. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 by 2 integral x equal to 0 to 1 x into 1 minus 2x plus x square dx. ഒന്നുകൂടെ നമ്മൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 by 2 into integral x equal to 0 to 1 x minus 2x square plus x cube dx. So integrate ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 by 2 into x square by 2 minus 2x cube by 3 plus x raised to 4 by 4. Limits from 0 to 1. From 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 by 2 into ബോർഡിന് സൗകര്യം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 1 by 2 into 1 by 2 minus 2 by 3 plus 1 by 4 minus 0. ഇത് നമ്മൾ LCM 12 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1 by 2 into 12 ആണ് LCM വരുന്നത്. 12. സോ 6 minus 4 plus 3 എന്ത് വരും? 6 minus 4 3 plus 6 minus 2 into 4 it is 8 ആണ്. 2 into 4 8 ആണ്. so minus 2 plus 3 1 വരും. 1 by 24. so answer is 1 by 24. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. x square plus y square equal to a square, x greater than or equal to 0 and y greater than or equal to 0. കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ xy dx dy ആയിരുന്നു. dx
dy. So equation കാണുമ്പോൾ തന്നെ നമുക്കറിയാം x square plus y square equal to a square എന്ന് പറയുന്നത് it is a circle with the radius a ആണ്. It is a circle with radius a. അപ്പോൾ ഇത് a, 0, 0, a and minus a, 0 and here 0, minus a. ഇതാണ് ഇതിന്റെ പോയിന്റ്സ്. ഇത് a റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ആണ് നമ്മളെ ഫിഗർ. a റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ ആണ് നമ്മളെ ഫിഗർ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു സർക്കിൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റീജിയൻ മാർക്ക് ചെയ്യാം. ആദ്യം എന്ത് തന്നിട്ടുണ്ട്? x greater than or equal to 0, y greater than or equal to 0. സോ ഇതാണ് എന്ത് നമ്മളെ കറസ്പോണ്ടിങ് റീജിയൻ. ആ ഒരു ഏരിയ, ആ ഒരു റീജിയൻ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒറിജിൻ O ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് എക്സിന്റെയും കണ്ടുപിടിക്കേണ്ടത് ഡബിൾ ഇന്റഗ്രൽ xy dx dy ആയിരുന്നു. സോ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെയും വൈന്റെയും ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. സോ ഇവിടുന്ന് x നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതാണ് x, ഇതാണ് പോകുന്നത്. ദിസ് ഇസ് ദ x. സോ x equal to a ആണ്. and from starting from 0 x equal to 0 ആണ്. so 0 less than or equal to x less than or equal to a. അപ്പോൾ ഇവിടെ എന്ത് വരും? x equal to 0 to a. that is x equal to 0 to a. ഇനി സെക്കൻഡ് ആദ്യം പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വാല്യൂ ആണെങ്കിൽ അടുത്ത ലിമിറ്റ് എന്തായിരിക്കും? അത് വേരിയബിൾ ആയിരിക്കും. അത് വേരിയബിൾ ആയിരിക്കും എന്നല്ല, വേരിയബിൾ ആണ് നമുക്ക് കിട്ടുക. y ആക്സിസ് നോക്കിയാൽ നമുക്കറിയാം സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ്. എങ്ങോട്ടേക്കാ? ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ആൻഡ് ഈ റീജിയൻ ആണ് അതിന്റെ ഇക്വേഷൻ വരുന്ന റീജിയൻ. ആൻഡ് x square plus y square equal to a square. സോ y square equal to എന്ത് വരും? a square minus x square ആണ്. സോ y equal to root of a square minus x square. സോ y ന്റെ റീജിയൻ എന്തായിരിക്കും? 0 less than or equal to y less than or equal to root of a square minus x square. So y from 0 to root of a square minus x square. xy. ഇനി എന്ത് എഴുതണ്ടേ? dx dy ആണ് എഴുതേണ്ടത്, dy dx ആണ് എഴുതേണ്ടത്. ഇവിടെ y ആണുള്ളത്. സോ dy dx. ഇനി നോക്കാം. x equal to 0. സാധാരണ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പോലെ x equal to 0 to a. x കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് ടു y ആണ് ചെയ്യുന്നത്. സോ y square by 2 and limit from 0 to root of a square minus x square dx. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. dx. സോ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ x equal to 0 to a x into y square means root of a square minus x square whole square ആണ് by 2. root of a square minus x square whole square by 2 minus 0 dx. minus 0 എടുക്കുമ്പോൾ 0 ആണ് വരുന്നത്. സോ 1/2 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. ഇന്റഗ്രൽ x equal to 0 to a x into root of a square minus x square എന്ന് പറയുന്നത് സ്ക്വയർ എന്ത് വരും? a square minus x square വരും dx. സോ പ്രോബ്ലം കുറച്ചുകൂടെ സിമ്പിൾ ആയി. 1/2 into x equal to 0 to a x a square minus x cube dx. ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്തിട്ട് നമുക്ക്? 1/2 into x ന്റെ ഇന്റഗ്രൽ a square into x square by 2 and minus x cube ന്റെ ഇന്റഗ്രൽ x raised to 4/4 0 to 1. that is 1/2 into 1 കൊടുത്തു കഴിഞ്ഞാൽ a square by 2 minus a raised to 4/4. ആൻസർ എന്തിട്ടും? a raised to 4/8. a raised to 4/8. എങ്ങനെ കിട്ടുന്ന? 4 LCM വരും. 2 a raised to a square into a square. a കൊടുക്കുന്ന സമയത്ത് a square into a square ആണ് വരുന്നത്. സോ a raised to 4 വരും. a raised to 4 minus 2a raised to 4 minus a raised to 4 വരും. സോ a raised to 4/8. So answer is a raised to 4/8.
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വോളിയം ഓഫ് ദി പ്രിസം ഹൂസ് ബേസ് ഈസ് ദ ട്രയാങ്കിൾ ഇൻ ദ XY plane bounded by the x-axis and the lines y equal to x and x equal to 1 and whose top lies in the plane z equal to 3 minus x minus y. അപ്പോൾ നമുക്ക് പ്രിസത്തിന്റെ വോളിയം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇവിടെയും ഫിബനീസ് തിയറം ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഫൈൻഡ് ദ വോളിയം ഓഫ് ദി പ്രിസം. ദാറ്റ് മീൻസ് വി ആർ യൂസിങ് Fibonacci theorem. V is equal to double integral over R f of xy dx dy. ഇനി നമുക്ക് റീജിയൻസ് തന്നിട്ടുണ്ട്. പ്രിസം ആണ് നമുക്ക് വോളിയം ഓഫ് പ്രിസം ആണ് കാണേണ്ടത്. പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? അതിന്റെ ബേസ് എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് ആൻഡ് x ഈക്വൽ ടു 1 ഫോം ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ ആദ്യം ഒന്ന് വരച്ചു വെക്കാം. രണ്ട് റീജിയൻസ് y ഈക്വൽ ടു എക്സ് ആൻഡ് ലൈൻസ് തന്നിട്ടുണ്ട്. y ഈക്വൽ ടു എക്സും x ഈക്വൽ ടു 1ഉം. സോ ഇതാണ് x ഈക്വൽ ടു 1. x ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇതാണ് x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണ് ഇത്. x ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈൻ. ഇനി നോക്കാം y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യൂസ് ആദ്യം നോക്കാം. x y x 0 ആണെങ്കിൽ y ഉം 0 ആണ്. x 1 ആണെങ്കിൽ y 1 ആണ്. x 2 ആണെങ്കിൽ y ഉം 2 ആണ്. സോ 1 0. സോ 1 2 etc 2 etc. സോ 1 1 എന്ന് പറയുന്നത് ഇവിടെയുള്ള റീജിയൻ ആയിരിക്കും. 2 2 എന്ന് പറയുന്നത് ഇവിടെയുള്ള റീജിയൻ ആയിരിക്കും. സോറി 2 2 എന്ന് പറയുന്നത് ഇവിടെയുള്ള റീജിയൻ ആയിരിക്കും. 0 0 എക്സെട്ര റീജിയൻസ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈന് y ഈക്വൽ ടു എക്സ് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ലൈനാണ് എന്ത്? y ഈക്വൽ ടു എക്സ്. ഇത് x ഈക്വൽ ടു 1. നമുക്ക് കാണേണ്ട റീജിയൻ ഏതാ? അപ്പം കാണേണ്ട റീജിയൻ ഈ റീജിയൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റീജിയൻ എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ട റീജിയൻ അതാണ്. സോ ഇവിടെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 ആണ് ആൻഡ് ടു 1. എക്സ് ഈക്വൽ ടു 1. സോ ലിമിറ്റ് ഓഫ് എക്സ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ അടുത്ത ലിമിറ്റ് എന്തായിരിക്കും? അടുത്ത ലിമിറ്റ് എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കും. y ഈക്വൽ ടു എക്സ് ആണ്. സോ y അഗെയിൻ സ്റ്റാർട്ടിങ് ഫ്രം എവിടെയാണ്? 0 എന്നാണ്. സോ 0 ലെസ് ദാൻ y ഈക്വൽ ടു സ്റ്റാർട്ടിങ് ഫ്രം 0. ഇനി y എൻഡ് ചെയ്യുന്ന എവിടെയാ? y ഈക്വൽ ടു എക്സ് ആണ് നമ്മള് ലൈനിന്റെ ഇക്വേഷൻ. സോ y ഈക്വൽ ടു എക്സ്. ഇപ്പൊ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ വോളിയം കാണാം. വോളിയം ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ ലിമിറ്റ് കണ്ടു. 0 to 1 ആണ്. x ഈക്വൽ ടു 0 to 1. ഇനി y ഈക്വൽ ടു അഗെയിൻ 0 to ഏതാ പറഞ്ഞത്? 0 to x വരെയാണ്. ഏതാ നമുക്ക് റീജിയൻ ഏതാ? ഇതാണ് y ആക്സിസ്. y ആക്സിസിന്റെ റീജിയൻ ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ y ഈക്വൽ ടു 0 to എന്തെടുത്തത്? y ഈക്വൽ ടു x എടുത്തത്. സോ y ഈക്വൽ ടു 0 to y ഈക്വൽ ടു x. f of x y എന്തായിരുന്നു? 3 minus x minus y. അഗെയിൻ നമ്മൾ ഇവിടെ y ആയതുകൊണ്ട് സെക്കൻഡ് ലിമിറ്റ് y ആയതുകൊണ്ട് ഇവിടെ dy dx എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x ഈക്വൽ ടു 0 to 1. y എന്ന് പറയുന്നത് 3 വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രൽ 3 വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 3y. x കോൺസ്റ്റന്റ് ആണ്. സോ ഇന്റഗ്രൽ x വിത്ത് റെസ്പെക്ട് ടു y അഗെയിൻ xy and minus y integral y square by 2 and limit from 0 to x dx. So upper limit apply ചെയ്യുന്ന സമയത്ത് x equal to 0 to 1. y നാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. 3x minus x into x square വരും minus x square by 2 minus അടുത്ത ലിമിറ്റ് 0 ആണ്. സോ y ക്ക് 0 കൊടുക്കുന്ന സമയത്ത് 0 വരും into dx. ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ dx വിത്ത് റെസ്പെക്ട് ടു dx ഇന്റഗ്രേറ്റ് ചെയ്യാം. 3x square by 2 minus x cube by 3 minus x cube by 2 into 3. ഓൾറെഡി ഒരു 2 അവിടെ ഉണ്ട്. ആൻഡ് ലിമിറ്റ് ഫ്രം 0 to 1. ലിമിറ്റ് ഫ്രം 0 to 1. സോ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ
That's equal to 3 into 1 by 2, that is 3 by 2 minus 1 by 3 minus 1 by 6. Minus 1 by 6. എന്ത് വരും? 6 LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 6 minus 1 into 6 LCM എടുത്തെന്ന് വിചാരിക്കുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. 6 LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 3 into 3 minus 1 into 2 minus 1 into 1. That is 9 minus 2, 7. 7 minus 1, sorry, 7 minus 1, 6. 6 by 6 equal to 1. So, answer 1 ആണ്. Okay.